മീറ്റ് ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ. എല്ലാരും വിളിച്ചു. ജിൻഡോയുടെ കൊളീഗുകളായിട്ടുള്ള സിജോയും സായിയും ഒക്കെ ജിൻഡോയെ കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ജിൻഡോയ്ക്കെതിരായിട്ട് ഞാനൊരു കേസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. കള്ളൻ അന്നും കള്ളൻ, പുറത്തും കള്ളൻ, അകത്തും കള്ളൻ, കള്ളനോട് കള്ളൻ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ജിൻഡോ പോപ്പുലർ ആവുന്നതിന് മുമ്പും പിൻപും ജിൻഡോ കുറെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസും കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റു വ്യക്തികളെ കാണിച്ചു കൊടുത്തിട്ട് പറയും ഇത് ഞാനാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇത് ചെയ്തെടുക്കണമെങ്കിൽ ബൂബ് കൂട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഫെയർ ആണെങ്കിൽ ഗ്ലൂട്ടോതയോൺ പോലത്തെ ഇഞ്ചക്ഷൻ എല്ലാം എന്റെ കയ്യിലുണ്ട്. ഭയങ്കര പ്രൈസ് കുറച്ചിട്ട് ഞാൻ എന്റെ ഫ്ലാറ്റ് വന്നാൽ മതി, ഞാൻ IV വെച്ചിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ജിൻഡോ ഇതൊക്കെ ചെയ്യാൻ ജിൻഡോ ഒരു മെഡിക്കൽ ഡിഗ്രി ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ്? എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ. മോനെ, എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. എന്നിട്ടോ ഈ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ ഇവർ ചെയ്യുന്ന സാധനം എന്താണ്? ജിൻഡോ ഡ്രഗ് ആണ് ഈ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്തൊരു കുട്ടി ഓടി രക്ഷപ്പെട്ടിട്ട് ഓടി വന്ന ഹോസ്പിറ്റൽ ചെയ്താണെന്ന് ജിൻഡോയ്ക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, കാരണം അവിടെ വെച്ചൊന്ന് സെറ്റിൽ ചെയ്യേണ്ടി വന്നല്ലോ. അത് ശരി. എന്തൊക്കെയാണോ നടക്കുന്നത്? ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പോസെ പോലത്തെ ഒരു വീഡിയോ അല്ല ഇത്. ഇവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ തെളിവുകളുമായിട്ടാണ് പെണ്ണ് വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടോ? കാരണം ഒരു വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസിനകത്ത് അയാളെ കോൺഷ്യസ് ആക്കി, അയാൾ വൾണറബിൾ ആക്കി, അയാൾ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ എത്തിച്ചതിന് ശേഷം അത് സെക്ഷലി മെന്റലി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫക്കിംഗ് പെർവേർട്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്റെ എല്ലാ മാനവും പോയി. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.